നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന 10th പ്രിലിംസിന്റെ റിസൾട്ട് പി.എസ്.സി രണ്ടാഴ്ച മുന്നേ പ്രഖ്യാപിച്ചപ്പോഴും ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് പി.എസ്.സി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ലബോറട്ടറി അസിസ്റ്റന്റ് ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് പി.എസ്.സി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ വയനാട് ഡിസ്ട്രിക്റ്റിന്റെ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് പി.എസ്.സി 4 ഘട്ടങ്ങളായി നടത്തിയ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ ബേസിസിലാണ്. അതായത് ഡിസംബർ 28, ജനുവരി 11, ജനുവരി 25, ഫെബ്രുവരി 8 തീയതികളിൽ നടന്ന 10th പ്രിലിംസിന്റെ ബേസിസിൽ പ്രസിദ്ധീകരിച്ച അത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 447/2023. അപ്പോൾ ഇത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ്. ഇത് ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ നിയമനം. ഇപ്പൊ വയനാട് ജില്ലയിലേക്കുള്ള എലിജിബിലിറ്റി ലിസ്റ്റാണ് പി.എസ്.സി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓൾറെഡി കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നല്ല വലിയൊരു കട്ട് ഓഫ് ആണ് അതിന് വന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് വളരെ താഴ്ന്നൊരു കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇവിടെ 46.96, അതായത് 46.96 എന്നൊരു കട്ട് ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 46.96 മാർക്കിൽ കൂടുതലുള്ളവരെല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 22 പേജുള്ള ഒരു ലിസ്റ്റാണ്. ഇതിൽ 20 പേജിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറാണ് പി.എസ്.സി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ജൂൺ 21 പി.എസ്.സി ലാബോറട്ടറി അസിസ്റ്റന്റ് എക്സാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ ഏകദേശം 2 മാസം മാത്രമാണ് ഇനി പഠിക്കാനുള്ള സമയം. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ നന്നായി തയ്യാറെടുക്കുക. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, താങ്ക് യു.